ഹായ് ഹലോ നമസ്കാരം. ആര്യാണ്. ഇന്ന് നമ്മുടെ മുത്തിൻ്റെ കല്യാണമാണ്. പതിവിലും വിപരീതമായിട്ട് ഞാൻ ഇന്ന് സാരിയൊക്കെ ഉടുത്തിട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? എന്നെ കാണാൻ കൊള്ളാമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ചക്കി ഇങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരത്തി ഡ്യൂട്ടി ആയതുകൊണ്ട് ചക്കി ഇന്ന് കല്യാണത്തിന് വരുന്നില്ല. ഈ വെക്കേഷനിൽ ലാലു നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഫാമിലി ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കൂടുതൽ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതേ പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകും വഴി കിടങ്ങൂരിൽ നമ്മൾ പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ലാലു പോയതാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് യാതൊട്ടിന് ഇങ്ങനെ കുരുകുരാന്ന് ഓരോന്ന് സംസാരിക്കും, നിങ്ങൾക്കറിയാലോ. പൂവൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല വണ്ടിയിലും കൂടെ തൂക്കാനുള്ളത് ലാലു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇത് ഞാൻ അമ്മയെ കൊണ്ട് പൂ തലയിലൊക്കെ വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. യാതൊട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. യാതൊട്ടിന് അങ്ങനെ എന്നെ കാണാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് അമ്മ. അച്ഛനും അമ്മയും അമ്പലത്തിലൊന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞങ്ങ് പോയേ. അപ്പോൾ പുറകെ ഞങ്ങളും ചെന്നു. ലാലു വണ്ടി ഇടാൻ വേണ്ടി പോയിരിക്കുവാണ്. അപ്പോൾ യാതൊട്ടനാണ് ഇങ്ങനെ മടിച്ച് നിൽക്കുവാണ്. പുള്ളി പതുക്കെ ഷൂ ഊരാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ ഊരി കൊടുക്കുവാണെങ്കിൽ അമ്പലത്തിൽ കയറാമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ തൊഴുത് അമ്പലത്തിൽ നിന്നൊക്കെ നമ്മൾ നേരെ ഇനി മണ്ഡപത്തിലേക്ക് പോയിട്ടോ. അവിടെ നമ്മൾ ചെന്നപ്പോൾ എല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നേ. കുഞ്ഞുവിനെയും ശിവേനെയൊക്കെ കണ്ട ഗൈസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എല്ലാവരെയും 2 വർഷം കൂടി കാണുമ്പോഴത്തേനും ലാലുവിന് ഒത്തിരി സംസാരിക്കാനുണ്ടല്ലോ. അപ്പോൾ അത് സംസാരമൊക്കെ അതുവഴി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീച്ചിട്ടിനെ കണ്ടോ, പറയേണ്ട ആവശ്യമില്ലല്ലോ സുന്ദരിയാന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് ഗൈസ്. എനിക്കും കുഞ്ഞിനും ലിപ്സ്റ്റിക് ഒരു ഹരമാണ്. അപ്പോൾ ദേ മീനാശിന് ഇടയ്ക്ക് നാൺ വന്നു. അപ്പോൾ മീനാശിൻ്റെ നാൺ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഒരു ജ്യൂസ് കുടിക്കാം. മുന്തിരി, തണ്ണിമത്തൻ, പൈനാപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും കൂടി ഓരോ ഗ്ലാസ് അങ്ങ് കുടിച്ചോട്ടെ. ഈ മണ്ഡപം കണ്ടോ? മണ്ഡപം ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ കിരിക്കുന്നവളാണ് അഞ്ജലി, എൻ്റെ കൂട്ടുകാരി കേട്ടോ. അപ്പോൾ അവളെ അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളിൽ നമ്മൾ എല്ലാവരും കൂടെ കാണുമ്പോഴേ ഒത്തിരി സംസാരിക്കാൻ കാണത്തില്ല. അങ്ങനെ അമ്മയും അപ്പച്ചിമാരും ഒക്കെ അവിടെ ഇരുന്ന് ലാത്തിയുടെ ന്യായമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് യാതൊരു നീ വന്ന് എന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വേറൊന്നുമല്ല, ഏറ്റുമാൻ്റെ അമ്പലത്തിലാണല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പിലൂടെ വന്നപ്പോൾ ചിന്തിക്കടയിൽ നിന്ന് വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയുള്ള സ്നേഹ പ്രകടനമാണ് ഈ നടക്കുന്നത്. ജബിയാണെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സുന്ദരിമണികളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട് കേട്ടോ. മണ്ഡപത്തിൽ ഓരോ ചടങ്ങുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ആദ്യം തന്നെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും വന്ന് വിളക്ക് കത്തിച്ചിട്ടാട്ടോ തുടങ്ങുന്നത്. ഞങ്ങളുടെ ചേച്ചിയുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറുക്കനും കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുക്കൻ്റെ കാലൊക്കെ കഴിയിച്ച് അമ്മ ചന്ദനമൊക്കെ തൊട്ട് താലപ്പൊലിയോടുകൂടി നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടിരുത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്ത് കണ്ടുവരുന്നത് നല്ല ഭംഗിയില്ലേ അവളെ കാണാൻ. ഭയങ്കര സിമ്പിളായിട്ടുണ്ടായിരുന്നേ. അവളാണെങ്കിൽ ഒട്ടും മേക്കപ്പ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, ഒരുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷേ അടിപൊളിയായിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിമ്പിളുമാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നേരെ മണ്ഡപത്തിലേക്ക് കൊണ്ടിരുത്തു കേട്ടോ പെണ്ണിനെയും ചെറുക്കനെയും കൂടെ. ചടങ്ങുകളെല്ലാം മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ലാലുവിൻ്റെയും കല്യാണം നടത്തി തന്ന അതേ പൂജാരി തന്നെയായിരുന്നു ഇവരുടെ കല്യാണത്തിനും വന്നിട്ടുണ്ടായിരുന്നേ. എനിക്കും ലാലുവിനും ഞങ്ങളുടെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണ വീഡിയോ. ഞങ്ങളിത് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് ഒന്നുകൂടെ കല്യാണം കഴിച്ചാലോ എന്ന്. മുത്തിൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ചെറുക്കനും ഒട്ടും മോശമല്ലായിരുന്നു. ചെറുക്കനും അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറുക്കൻ്റെ അച്ഛനാണെങ്കിൽ താലിയൊക്കെ എടുത്തു കൊടുത്തു. കാത്തിരുന്ന ഞങ്ങളുടെ മുത്തിൻ്റെ താലി കെട്ടങ്ങ് കഴിഞ്ഞിരിക്കുന്നത്. അച്ചാച്ചന് ടെൻഷനുണ്ട്. അച്ചാച്ചൻ്റെ അമ്മയുടെ മുഖത്ത് സന്തോഷവും സങ്കടവും ഒക്കെയുണ്ട്. കൊച്ചച്ഛന് കൂടുതൽ ടെൻഷനായിരുന്നു കേട്ടോ. അതായത് ചേട്ടൻ മുടിയൊക്കെ ഇങ്ങനെ പൊക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ മാലയിട്ട് രണ്ടുപേരും ഇനിയിപ്പോൾ മുത്തിനെ ഉണ്ടല്ലോ അച്ചാച്ചൻ ചെറുക്കൻ്റെ കയ്യിൽ കേൾപ്പിച്ചു. ഇതോടുകൂടി നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമാകണമെങ്കിൽ എന്താവണം? നമുക്ക് സദ്യ കഴിക്കണം. അപ്പം ഞങ്ങളാണെങ്കിൽ ബാക്കി എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നേ. അപ്പോൾ ഒരുമിച്ചിരുന്നെങ്കിൽ സദ്യ കഴിച്ചേക്കാൻ പറഞ്ഞാൽ ഞാൻ, അശോചാൻ, അമ്പാടി, അമ്മ എല്ലാവരും ഉണ്ട്. പുള്ളി യാതൊട്ടും അങ്ങനെ കേട്ടോ. നമുക്കൊന്നും ഇല്ലെന്ന് പറയുവാണെങ്കിൽ പുള്ളി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് നമുക്ക് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നാൾ കൂടി സദ്യ ഉണ്ടെന്നതിൻ്റെ ഒരു സന്തോഷം ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി നാൾ കൂടി ലാലും ഞാനും കൊച്ചുമൊക്കെ ഒരുമിച്ചൊരു കല്യാണം കൂടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അപ്പൂസുണ്ട്. അപ്പൂസിൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഞങ്ങളുടെ കൊച്ചു പുതിയതായിട്ട് വെട്ടിയ ഹെയർ സ്റ്റൈൽ അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ അപ്പൂസിന് ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ ഞങ്ങളുടെ ചെറുക്കനെ. അപ്പോൾ ദേ ചോറ് വന്നു, പരിപ്പ്, നെയ്യ്, പപ്പടം. എനിക്ക് സദ്യ ഉണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ചാപ്പി എപ്പോഴും പറയും സദ്യ ഉണ്ണാൻ അറിയുന്നവനാണെങ്കിൽ സദ്യയോളം ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ലെന്ന് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു കല്യാണം, അടിപൊളി ഒരു സദ്യയും കഴിച്ചു. ഇനിയിപ്പോൾ എന്നെ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ.